ബി പോസിറ്റീവ് പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. സ്ത്രീ പീഡനം എന്നുള്ള വിഷയമാണല്ലോ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്തത്. അതിനെ തുടർന്ന് പല കാര്യങ്ങൾ അതിനോടനുബന്ധിച്ച് ചർച്ച ചെയ്യപ്പെടുവാനായിട്ടുണ്ട് എന്ന് നിങ്ങൾ കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞു. ആ ചർച്ചകൾ ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് തുടർന്ന് നടത്താം. ഇന്നത്തെ ചർച്ചയിൽ നമ്മെ സഹായിപ്പാനായിട്ട് വന്നിരിക്കുന്ന എക്സ്പേർട്സ് ആയിട്ടുള്ളവരെ പ്രത്യേകിച്ച് ഞാനൊന്ന് സ്വാഗതം ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുന്നു. കുസുമഗിരി ഹോസ്പിറ്റലിലെ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ആയിരിക്കുന്ന സിസ്റ്റർ ലെജി നമ്മോടൊപ്പം ഉണ്ട്. സിസ്റ്ററിനെ സ്വാഗതം ചെയ്യുന്നു. എറണാകുളം സെന്റ് തെരേസാസ് കോളേജ് പ്രിൻസിപ്പൽ ആയിരിക്കുന്ന സിസ്റ്റർ വിനീത നമ്മോട് കൂടെയുണ്ട്. സിസ്റ്ററിനെ സന്തോഷത്തോടു കൂടെ സ്വാഗതം ചെയ്യുന്നു. ഈ ചർച്ചയിൽ പങ്കെടുക്കുവാൻ വന്നിരിക്കുന്ന എല്ലാ വിദ്യാർത്ഥിനികളെയും വളരെ സന്തോഷത്തോടു കൂടെ സ്വാഗതം ചെയ്യുന്നു. സ്ത്രീ പീഡനം ഇത് വല്ലാതെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ്. കഴിഞ്ഞ ആഴ്ചത്തെ ചർച്ചയിൽ ഇതിന് പ്രധാനമായിട്ടുള്ള കാരണങ്ങൾ എന്തൊക്കെയാകുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുവാനായിട്ടൊരു ശ്രമം നടത്തി. പ്രത്യേകിച്ച് മീഡിയ ഇത് എന്തുമാത്രം പ്രചോദകമായി മാറുന്നു എന്നുള്ളത് നമ്മൾ കണ്ടു. സാമൂഹ്യമായിട്ടുള്ള സോഷ്യോളജിക്കൽ റീസൺസ് ഏതൊക്കെയാകുന്നു എന്നുള്ളത് ഒരു പരിധിവരെ നമ്മൾ കണ്ടു. മനഃശാസ്ത്രപരമായി ഇതിൻ്റെ പിറകിലുള്ള കാരണങ്ങൾ ഇതും ഒരു പരിധിവരെ നമുക്ക് കാണുവാനായിട്ട് സാധിച്ചു. അപ്പോൾ ഒരു കാരണം മാത്രമല്ല, വിവിധ കാരണങ്ങൾ ഇതിൻ്റെ പിറകിലുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. സാധാരണ ഒരു പറച്ചിലുള്ളത് ആളുകളുടെ ഇടയിൽ ഈ പെൺകുട്ടികളുടെ ഡ്രസ്സിങ് ഉണ്ടല്ലോ, അത് പലപ്പോഴും പ്രൊവോക്കേറ്റീവായിട്ട് മാറാറുണ്ട്. അതാണ് സ്ത്രീകൾ ഈ പുരുഷന്മാരെ ഇതുപോലെയുള്ള പീഡന ശ്രമത്തിലേക്ക് നയിക്കുന്നത് എന്ന് ചില ആളുകളൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. അതിനോട് നിങ്ങളുടെ ഒരു അഭിപ്രായം അറിയുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കും. ഇദ്ദേഹത്തിന് ഉടനെ ഒരു അഭിപ്രായം ഉണ്ടല്ലോ, പറഞ്ഞാട്ടെ. പെൺകുട്ടികളുടെ ഡ്രസ്സിങ് പ്രശ്നമാണെന്ന് പലപ്പോഴായിട്ട് നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ പ്രൊവോക്കേറ്റീവായിട്ട് ഡ്രസ്സ് ചെയ്താലും ഒരാൾക്ക് അങ്ങനെ തോന്നുന്നെങ്കിൽ എല്ലാവർക്കും ഈക്വലി തോന്നേണ്ടതല്ലേ? ഇപ്പൊ പ്രൊവോക്കേറ്റീവ് ഒരാൾക്ക് മാത്രം അല്ലാതെ അങ്ങനെ ഇല്ലല്ലോ. സോ അപ്പം മെന്നിന്റെ മൈൻഡ് സെറ്റിനല്ലേ നമ്മൾ മാറ്റാൻ നോക്കേണ്ടത്, അല്ലാതെ ഡ്രസ്സിങ് അല്ലല്ലോ. ഞാൻ പറഞ്ഞ വലിയൊരു സംഗതിയാ. ഈ ഡ്രസ്സ് പ്രൊവോക്കേറ്റീവ് ആയിട്ട് മാറുമെങ്കിൽ ഇത് കാണുന്ന എല്ലാ ആണുങ്ങൾക്കും ഇത് പ്രൊവോക്കേറ്റീവ് ആകണ്ടേ? ഒരു പരിധി വരെ ആകുന്നുണ്ടായിരിക്കാം. എന്നാൽ അവർ അബ്യൂസിലേക്ക് പോകാത്തത് എന്താ? അതിൻ്റെ പിറകിൽ പല കാരണങ്ങൾ കാണും. ഒന്നുകിൽ അവരുടെ മനസ്സിനെ അവർക്ക് നിയന്ത്രിപ്പാൻ സാധിക്കും, അല്ലെങ്കിൽ അവരിലുള്ള മൂല്യബോധം അവരെ അതിൽ നിന്ന് തടഞ്ഞു നിർത്തും, അല്ലെന്ന് വരികിൽ അവരുടെ ദൈവ വിശ്വാസം അവരെ അതിൽ നിന്ന് തടഞ്ഞു നിർത്തും, അല്ലെങ്കിൽ ശിക്ഷയോടുള്ള ഭയം അവരെ അതിൽ നിന്ന് തടഞ്ഞു നിർത്തും. അതുകൊണ്ട് എല്ലാവരിലും ഈ പ്രചോദനം ഉണ്ടാകുമെങ്കിലും എല്ലാവരും ഈ അബ്യൂസിന് അറ്റംപ്റ്റ് ചെയ്യത്തില്ല. അവരെ പിടിച്ചു നിർത്തുന്ന പല സംഗതികളുണ്ട്. അപ്പം ഇദ്ദേഹം ഒരു വാക്കൂടെ പറഞ്ഞു, അവരവരുടെ മനസ്സിൻ്റെ സെറ്റപ്പ് അല്ല ഇതിന് പ്രധാനം. വളരെ ശരിയാണ്. ആ മനസ്സിനെ നമ്മൾ എങ്ങനെ ആക്കി തീർത്തിരിക്കുന്നു എന്നുള്ളത് ഇതിനകത്ത് പിറകിലെ ഒരു കാരണം. എന്നാൽ അതിനോടനുബന്ധിച്ച് ഒരു കാരണം കൂടെ ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നു. അതായത് ചില ആളുകളിൽ ഈ പ്രൊവോക്കേഷൻ ഉണ്ടായാൽ അവർക്ക് അവരെ നിയന്ത്രിപ്പാൻ സാധിക്കത്തില്ല. നിയന്ത്രിക്കാൻ സാധിക്കാത്തതിൻ്റെ പിറകിൽ സിസ്റ്റർ പറഞ്ഞ പോലെ പ്രധാനമായിട്ടും മനഃശാസ്ത്രപരമായ ചില കാര്യങ്ങളാണ് അതിൻ്റെ പിറകിലുള്ളത്. തകരാറുള്ള ചില പേഴ്സണാലിറ്റികളുണ്ട്, ചില ഡിസോർഡർ ഉള്ള പേഴ്സണാലിറ്റികളുണ്ട്, സെക്ഷുവൽ പെർവേർഷൻ ഉള്ള പേഴ്സണാലിറ്റികളുണ്ട്. അങ്ങനെയുള്ള പേഴ്സണാലിറ്റി ആണെങ്കിൽ അവർക്ക് അവരെ തന്നെ നിയന്ത്രിക്കാനോ തടയാനോ ഒക്കത്തില്ല. അങ്ങനെ വരുമ്പോൾ അവർ ഇതിലേക്ക് വീണു പോകും എന്നുള്ളത്. അപ്പോൾ പ്രൊവോക്കേറ്റ് ചെയ്യുക എന്നുള്ളത് ഒരു ഫാക്റ്റ് ആണെന്നാ തോന്നുന്നത്. ഇവിടെ ഇദ്ദേഹം എന്തോ പറയാൻ ശ്രമിക്കുകയാണല്ലോ. പറഞ്ഞു വരുന്നത്
പെൺകുട്ടികളുടെ ഡ്രസ്സിംഗ് സ്റ്റൈൽ കാരണം ആണുങ്ങൾ പ്രൊവോക്കേറ്റ് ചെയ്യപ്പെടുന്നു എന്നുള്ളത് അവരുടെ തെറ്റല്ല എന്നാണ് പറഞ്ഞു വരുന്നത്. അപ്പോൾ എങ്ങനെ ഡിസോർഡേഴ്സ് ഉള്ള ആൾക്കാർ ചെയ്യുമ്പോൾ അത് തെറ്റാവില്ല എന്ന് ഉദ്ദേശിക്കുന്നുണ്ടോ? നല്ലൊരു ചോദ്യം അദ്ദേഹം ചോദിച്ചത്. അതായത് ഇത് ചെയ്യുന്നത് തെറ്റാണ് എന്നുള്ള ബോധ്യം ഈ ഡിസോർഡർ ഉള്ള ആളുകളിൽ പലപ്പോഴും കാണത്തില്ല. അവർ ചെയ്യുന്ന ഒരു തെറ്റായിട്ട് അവർക്ക് തോന്നത്തില്ല. അവർക്ക് ഇത് തെറ്റാണെന്ന് തോന്നുന്നില്ലെങ്കിൽ ഇത് തെറ്റാണോ എന്നും കൂടി അദ്ദേഹം ചോദിച്ചത്. തെറ്റാകുന്നത് അവരെ മാത്രം അടിസ്ഥാനപ്പെടുത്തിയല്ല, ഇതുമൂലം ആരൊക്കെ ബാധിക്കപ്പെടുന്നുണ്ട്, ആ പെൺകുട്ടിക്ക് എന്ത് സംഭവിക്കുന്നു, സമൂഹത്തിൽ ഇതെങ്ങനെ ബാധിക്കുന്നു, മറ്റുള്ളവരെ എങ്ങനെ ബാധിക്കുന്നു, ഇതിനെയൊക്കെ കൂടി ആശ്രയിച്ചാണ്, ആ കോൺസിക്വൻസസ് കൂടെ നോക്കിയാണ് ഇത് തെറ്റോ ശരിയോ എന്നുള്ളത് ഒരു പരിധിവരെ മനസ്സിലാക്കുന്നത്. അപ്പം നമ്മൾ പറഞ്ഞു വന്നത് പെൺകുട്ടികളുടെ ഡ്രസ്സിങ് പ്രൊവോക്കേറ്റീവായി തീരാൻ സാധ്യതയുണ്ട് എന്ന് പൊതുവേ ഒരു വർത്തമാനമുണ്ട്. അതിനോട് നിങ്ങളിൽ ചിലർ പറയുന്നു അത് ശരിയല്ല, അങ്ങനെയാണെന്ന് വരില്ല, എല്ലാവരും അത് പ്രൊവോക്കേറ്റീവ് ആകണം. അതിൻ്റെ ഉത്തരമാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞു. വേറെ ആർക്കെങ്കിലും അതിനെക്കുറിച്ച് എന്തെങ്കിലും അഭിപ്രായമുണ്ട്? യെസ് സിസ്റ്റർ. അച്ഛാ, അങ്ങനെ നോക്കുവാണെങ്കിൽ ഇപ്പോൾ സെക്ഷലി അഗ്രസീവ് ആയിട്ടുള്ളൊരു വ്യക്തിയെ നോക്കുവാണെങ്കിൽ ഇപ്പം അങ്ങനെ ചെയ്യുന്ന എല്ലാവർക്കും സൈക്കോളജിക്കലി ഡിസോർഡർ ഉണ്ടെന്നാണോ പറയുന്നത്? ബിക്കോസ് നമുക്കറിയാം, സിഗ്മണ്ട് ഫ്രോയിഡ് പറയുന്നുണ്ട് ഒരു വ്യക്തിയുടെ പേഴ്സണാലിറ്റി ഫോർമുലേഷൻ നടക്കുന്നത് 0 to 1 ആ ഏജിലാണെന്ന് പറയുന്നു. അതുപോലെ തന്നെ പറയുന്നു ഹി ഈസ് നോട്ട് റെസ്പോൺസിബിൾ ഫോർ ഹിസ് ഓൺ ക്യാരക്ടർ ഓർ ഹിസ് ഓൺ പേഴ്സണാലിറ്റി. അത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് ഫാമിലി ആകാം, പാരൻസ് ആകാം, കൾച്ചർ ആകാം, സൊസൈറ്റി ആകാം. അപ്പം അങ്ങനെ വരുമ്പം ഇപ്പം ഞാൻ പറയുന്നത് കുറച്ചും കൂടെ വ്യത്യസ്തമായിട്ടാണ്. അങ്ങനെ പാരൻസിനും ഇതിൽ ഒരു റോളുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഞാൻ കേട്ടൊരു ഇതാണ്, ഈവൻ ഇന്നത്തെ കാലത്ത് നമുക്കറിയാം 10 വയസ്സിൽ താഴെയുള്ളവർക്ക് പോലും ഇങ്ങനൊരു ടെൻഡൻസി ഉണ്ട്. അപ്പം അങ്ങനെ നോക്കുമ്പം ആ വ്യക്തികളിൽ, ആ കൊച്ചു പിള്ളേരിലും അങ്ങനെ ഒരു പ്രവണത ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും പാരൻസിൽ നിന്നും നല്ലൊരു എഡ്യൂക്കേഷൻ കിട്ടുന്നില്ല എന്ന് പറയാൻ സാധിക്കും. അത് പറയാൻ കാരണം ഒരു കിൻഡർ ഗാർഡനിലൊരു കുട്ടി പറഞ്ഞതാണ്. അതായത് അവൻ വന്നിട്ട് ക്ലാസ്സിൽ വന്നിട്ട് ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുക, അന്ന് രാത്രി വാട്ട് ഹാപ്പൻ ബിറ്റ്വീൻ ഹിസ് ഫാദർ ആൻഡ് മദർ, മീൻസ് ആ റിലേഷൻഷിപ്പ് ഹി വാസ് എക്സ്പ്ലെയിനിങ് ടു അസ്. അപ്പോൾ ആ കുട്ടി, ആ ചെറിയ കൊച്ച് എത്രമാത്രം അതിനെ നോക്കി കണ്ടു, അത് അവൻ്റെ മൈൻഡിൽ എത്രമാത്രം അത് ഇൻഫ്ലുവൻസ്ഡ് ആയി എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു പ്രവണത അവൻ വളർന്നു വരുമ്പോൾ അവനെ ശരിക്കും ബാധിക്കും. അത് എങ്ങനെയൊക്കെ മാറ്റിയെടുക്കാം? അപ്പോൾ പാരൻസ്, അതായത് കുഞ്ഞുങ്ങളുടെ വളർച്ചയുടെ ഘട്ടത്തിൽ കുടുംബത്തിൽ നിന്ന്, മാതാപിതാക്കളിൽ നിന്ന് ഇങ്ങനെയുള്ള പ്രേരണകളൊക്കെ ഉണ്ടാകുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്നാ പറഞ്ഞു. സിസ്റ്ററെ, ഈ ഇപ്പൊ പറഞ്ഞതായുള്ള ഈ കാര്യമുണ്ടല്ലോ, ഈ കൊച്ചു കുഞ്ഞുങ്ങൾ പോലും ഇപ്പോൾ സെക്ഷൽ ആയിട്ടുള്ള സംഗതികൾക്ക് എക്സ്പോസ്ഡ് ആണ്. അതിൻ്റെ ഒരു പരീക്ഷണമൊക്കെ നടത്തുവാനുള്ള ഒരു ടെൻഡൻസി അവരിലുണ്ട്. ഇതെന്തുമാത്രം ശരിയാണെന്ന് ആ സിസ്റ്റർ ഒന്ന് പറഞ്ഞ് വ്യക്തമാക്കിയാട്ടെ. തീർച്ചയായിട്ടും കുട്ടികളെ സംബന്ധിച്ച് ഒരിക്കലും അവരുടെ വിവേചന ശക്തി വേണ്ട വിധം വളർന്നു വന്നിട്ടുള്ള പ്രായമല്ല അത്. അവർക്ക് കൂടുതൽ ഉപദേശത്തേക്കാൾ അനുകരണപ്രിയമാണ് കൂടുതൽ. കാരണം മാതാപിതാക്കൾ എന്ത് കാണിക്കുന്നോ അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നോ അത് ചെയ്യാനുള്ള ടെൻഡൻസിയാണ് കുട്ടികളിൽ ഏറ്റവും കൂടുതലായിട്ട് കാണുക. അപ്പോൾ മാതാപിതാക്കൾ ഇങ്ങനെയുള്ള ബ്ലൂ ഫിലിംസ് ഓർ അവരുടെ സെക്ഷൽ റിലേഷൻഷിപ്സ് എല്ലാം കുട്ടിക്ക് എക്സ്പോസ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അത് തീർച്ചയായിട്ടും കുട്ടി അതിൽ നിന്നാണ് അവരുടെ വികാരങ്ങളെയും വിചാരങ്ങളെയൊക്കെ അവൻ ബിൽഡപ്പ് ചെയ്യുക. അപ്പോൾ മാതാപിതാക്കൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തീർച്ചയായിട്ടും കുട്ടികളുടെ മുന്നിൽ വെച്ച് ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാതിരിക്കുക എന്നതാണ്. ഒപ്പം തന്നെ ഈ അടുത്ത കാലത്ത് നമ്മൾ പത്രങ്ങളിലൊക്കെ വായിച്ചതാണ്, മാതാപിതാക്കൾ ബ്ലൂ ഫിലിം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു കുട്ടി സോഫയുടെ അടിയിൽ, 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി സോഫയുടെ അടിയിൽ മറിഞ്ഞിരുന്നു കൊണ്ട് ഇത് വാച്ച് ചെയ്യുകയും തിരിച്ച് ബെഡ്റൂമിലേക്ക് എത്തിയപ്പോൾ കുട്ടിയെ കാണാതെ അന്വേഷിച്ചപ്പോഴാണ് അറിയുന്നത് കുട്ടി ഇത് വാച്ച് ചെയ്ത് സോഫയുടെ അടിയിൽ കിടന്ന് ഉറങ്ങിപ്പോയ കാര്യം. അപ്പോൾ പലപ്പോഴും മാതാപിതാക്കൾ കരുതുന്നത് ഇതാരും കുട്ടികളൊന്നും കാണുന്നില്ല എന്നുള്ളതാണ്. തീർച്ചയായിട്ടും മാതാപിതാക്കൾ ഒരു അനുകരണ മാതൃക കുട്ടികൾക്ക് കൊടുത്താൽ മാത്രമേ നല്ലൊരു വ്യക്തിത്വം കുട്ടികളിൽ രൂപീകരിക്കാനായിട്ട് കുട്ടികൾക്ക് സാധിക്കുകയുള്ളൂ. ഒപ്പം തന്നെ നല്ലൊരു ക്വാളിറ്റേറ്റീവ് ടൈം കുട്ടികളുമായി മാതാപിതാക്കൾ പങ്കുവെക്കുകയും അവർക്ക് സമ്മാനങ്ങളും മറ്റു വസ്തുവകകളും വാങ്ങിക്കൂട്ടുന്നതിന് പകരം എന്ത് വേണം എന്ത് വേണ്ട എന്ന് ഒരു വിവേചിച്ചറിയാനുള്ള ഒരു ശേഷി കുട്ടികളിൽ വളർത്തിയെടുക്കുകയും ചെയ്താൽ മാത്രമേ കുട്ടികളിൽ നല്ലൊരു സ്വഭാവം രൂപീകരിക്കാൻ സാധിക്കുകയുള്ളൂ. ഇങ്ങനെ വളരുന്ന കുട്ടികളിൽ മാത്രമേ നല്ലൊരു വ്യക്തിത്വത്തിന് ഉടമയാവുകയുള്ളൂ, നല്ല ആത്മനിയന്ത്രണ ശേഷി വരികയുള്ളൂ. അതാണ് പലപ്പോഴും പലരും പ്രൊവോക്ക് ചെയ്യപ്പെടാതിരിക്കുന്നതിനുള്ള കാരണം. നല്ലൊരു മൂല്യം അല്ലെങ്കിൽ നല്ലൊരു വ്യക്തിത്വം അവരിലുള്ളത് കൊണ്ട് മാത്രം. സിസ്റ്റർ പറഞ്ഞ വളരെ ശരിയായിട്ടുള്ളൊരു സംഗതിയാണ്. അതായത് നമ്മുടെ വ്യക്തിത്വം 8 വയസ്സിന് മുമ്പ്
അത് ഫോം ചെയ്തിരിക്കും. ഈ 8 വയസ്സിന് മുൻപ് ഫോം ചെയ്യുന്ന നമ്മുടെ വ്യക്തിത്വം, അതിനെ ആശ്രയിച്ചാണ് മറ്റു പല കാര്യങ്ങളും പിന്നീട് അനുബന്ധമായിട്ട് നടക്കുന്നത്. ആരോഗ്യമുള്ള ഒരു വ്യക്തിത്വം കുടുംബത്തിൽ നിന്ന്, മാതാപിതാക്കളിൽ നിന്ന് കുഞ്ഞുങ്ങൾക്ക് ലഭിക്കുകയാണെങ്കിൽ ഈ കുഞ്ഞുങ്ങളൊക്കെ പ്രായമാകുമ്പോൾ പ്രൊവോക്കേറ്റീവായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടായാലും ആത്മനിയന്ത്രണം പാലിക്കാനൊക്കെ ഒരു പരിധി വരെ അവരെ കൊണ്ട് സാധിക്കും എന്നുള്ളതാണ് സിസ്റ്റർ പറഞ്ഞത്. ഇദ്ദേഹം എന്തോ പറയാനായിട്ട് ശ്രമിക്കാണല്ലോ, പറഞ്ഞ. മുമ്പൊക്കെ ഈ പെൺകുട്ടികൾ അവരുടെ വീട്ടില് അവർക്ക് ഭയങ്കര സേഫ്റ്റി ഉണ്ടാവുമായിരുന്നു. ഇന്ന് ആ സേഫ്റ്റി ആ പെൺകുട്ടികൾക്ക് വീട്ടിൽ പോലും കിട്ടുന്നില്ല. കാരണം ഇന്ന് റിലേഷൻഷിപ്പിന്റെ മൂല്യം അവിടെ കുറഞ്ഞു വരികയാണ്. നമ്മൾ കേൾക്കുന്നത് എന്നും ഫാദർ ഡോട്ടറെ അല്ലെങ്കിൽ ബ്രദർ സിസ്റ്ററെ, അങ്ങനെ നമുക്ക് ആലോചിക്കാൻ പോലും പറ്റാത്ത രീതിയിലാണ് ഇന്ന് ഈ പീഡന കഥ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇവിടെ മൂല്യങ്ങൾ ശരിക്കും നമുക്ക് ഇവിടെ കുറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ല. അതായത് ഒരു മൂല്യ ശോഷണമാണ് ഇതിലേക്ക് ഇന്ന് ആളുകളെ കൂടുതലായിട്ട് പ്രേരിപ്പിക്കുന്നതെന്നാണ് പറഞ്ഞത്, അല്ലേ? ഇദ്ദേഹം എന്തോ പറയാനായിട്ട് ശ്രമിക്കുകയാണല്ലോ, പറഞ്ഞാട്ടെ. എനിക്കിപ്പോൾ ഇതിൽ നിന്ന് സിസ്റ്റർ പറഞ്ഞതിൽ നിന്ന് മനസ്സിലായ ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മുടെ വളർച്ചയുടെ ആ പ്രായത്തിൽ വരുന്നൊരു വ്യത്യാസത്തെക്കുറിച്ച്, വസ്ത്രധാരണമോ മറ്റ് മീഡിയാസിൻ്റെ എഫക്റ്റോ അതൊക്കെ എന്തുമാകട്ടെ, പക്ഷെ നന്നായിട്ട് വളർന്നു വന്നിരിക്കുന്ന ഒരു കുട്ടി അതിലൊന്നും പ്രൊവോക്ഡ് ആവുന്നില്ല. അപ്പം നമ്മൾ കൊടുക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഇനിയുള്ള തലമുറയ്ക്കെങ്കിലും ബേസ് മുതലേ നല്ല രീതിയിലുള്ള അവയർനെസ് ക്ലാസ്സുകൾ, പാരൻസ് തന്നെ നല്ല രീതിയിൽ മക്കളെ വളർത്തുകയാണെങ്കിൽ ഇതിൽ നിന്നെല്ലാം മാറിയൊരു സമൂഹം നമുക്ക് ഉണ്ടാവാനായിട്ട് സാധിക്കും. അപ്പൊ അതിലേക്കുള്ളൊരു മുന്നൊരുക്കാണ് നമ്മൾ ഇനി ചെയ്യേണ്ടത്. അപ്പൊ ഇതിനൊരു പരിഹാര മാർഗം എന്തായിരിക്കണം എന്നുള്ളതിനെ കുറിച്ചാണ് അദ്ദേഹം ഊന്നൽ നൽകുക. പറഞ്ഞാട്ടെ. അച്ഛാ, പിന്നെ വേറെ എനിക്ക് തോന്നുന്ന ഒരു കാര്യം, ഇപ്പോൾ നമ്മളെ ബ്രിങ് അപ്പ് ചെയ്യുന്ന ഒരു രീതിയിൽ അത് ആൺകുട്ടികളെയും പെൺകുട്ടികളെയും ഒരുപോലെ, ഇപ്പോൾ ഒരു പെൺകുട്ടി വരുന്ന ഒരു സമയത്ത് അവർക്ക് കുറേ അഡ്വൈസസും അച്ചടക്കത്തോടെ ഇങ്ങനെ ഇരിക്കണം, അങ്ങനെ ഇരിക്കണം, കുറേ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കും. പക്ഷേ ആണുങ്ങൾക്കും അതുപോലെ തന്നെ ഈക്വൽ ആയിട്ടുള്ള ഒരു ട്രെയിനിങ്ങും ഒരു അഡ്വൈസും ഒക്കെ കൊടുത്താൽ കുറച്ചുകൂടെ ഇതുപോലെ. പെൺകുട്ടികളായാൽ കുറച്ച് അച്ചടക്കമൊക്കെ വേണം, ഒതുക്കമൊക്കെ വേണം. പക്ഷെ ആൺപിള്ളാരോട് ഇതൊന്നും പറയാറില്ല, അല്ലേ? ആൺകുട്ടികളെ ഇതുപോലെ തന്നെ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ, സെക്ഷുവൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടെ പീഡനങ്ങളൊക്കെ കുറയാനായിട്ടുള്ള. അവർ തന്നെ പഠിക്കേണ്ടതിന് പകരമായിട്ട് പഠിപ്പിക്കേണ്ടവർ അവരെ പഠിപ്പിച്ചാൽ വലിയ കുഴപ്പമില്ലാതൊക്കെ ഇവർക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുമെന്നാ പറയും. ഇദ്ദേഹം എന്തോ പറയാനായിട്ട് ശ്രമിക്കാമല്ലോ, പറഞ്ഞ. എനിക്ക് പറയാനുള്ളത്, നല്ല എഡ്യൂക്കേഷനാണ് ഇപ്പോൾ കൊടുക്കേണ്ടത്. ഈ അടുത്ത് ആരോ പറഞ്ഞു യോഗയൊക്കെ ചെയ്ത് നമ്മൾ സെൽഫ് കൺട്രോൾ വർദ്ധിപ്പിക്കുകയാണ് വേണ്ടത്. അതിനേലും നല്ലത് ഒരു സെക്സ് എഡ്യൂക്കേഷൻ കൊടുക്കണം പിള്ളേർ. കാരണം ഇപ്പം യൂട്യൂബ് അതിലൂടെയൊക്കെ ഇവർ വീഡിയോസ് ഒത്തിരി കാണുന്നുണ്ട്. അതിനേലും നല്ലത് ഒരു പ്രോപ്പർ ക്ലാസ് റൂമിൽ ഇതിൻ്റെ സെക്സ് എഡ്യൂക്കേഷൻ കൊടുത്തതിൻ്റെ ഹാംഫുൾ എഫക്ട്സ് എന്താണ്, നല്ല വശം എന്താണ്, ഇതിൻ്റെ ഏജ് എന്താ, അതെല്ലാം പറഞ്ഞു കൊടുക്കുന്നതല്ലേ എന്നാണ് ചോദിക്കുന്നത്. പക്ഷേ ഈ അടുത്ത ഒരു വളരെ ഡെസിഗ്നേറ്റഡ് പൊസിഷനിലുള്ള ഒരു വ്യക്തി തന്നെയാണ് പറഞ്ഞത്, സെക്സ് എഡ്യൂക്കേഷൻ ഇന്ത്യയിൽ ഒരു സ്കൂൾസിനും പഠിപ്പിക്കാൻ പാടില്ല, യോഗ ചെയ്ത് വേണം ഇവരെ സെൽഫ് കൺട്രോളോട് നയിപ്പിക്കാൻ എന്ന് പറഞ്ഞു. അത് അദ്ദേഹത്തിന്റെ അഭിപ്രായം പറഞ്ഞത്. സിസ്റ്ററെ, ഈ പറഞ്ഞതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ഇതിന്റെ ഒരു പരിഹാരം എന്നുള്ളത് ഭവനത്തിൽ നിന്ന് തുടങ്ങണം. എന്നാൽ അതോടൊപ്പം തന്നെ വിദ്യാലയങ്ങളും ഇതിന് വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥാനം ഉണ്ട്. അപ്പൊ അങ്ങനെയാണെന്ന് വരികിൽ ഈ ഭവനത്തിൽ കൊടുക്കേണ്ടതായുള്ള ട്രെയിനിങ്ങിനോട് ചേർന്ന് ഈ കോളേജ് തലങ്ങളിൽ അവബോധങ്ങൾ കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കുമോ? അവിടെ ഏതെങ്കിലും രീതിയിലുള്ള എഡ്യൂക്കേഷൻ ഇതിനു വേണ്ടി കൊടുക്കാൻ സാധിക്കുമോ? സിസ്റ്ററിന്റെ ഇതുവരെയുള്ള അനുഭവ പരിചയത്തിൽ നിന്ന് അതിനെക്കുറിച്ചൊന്ന് വിശദീകരിച്ചാട്ടെ. നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് തന്നെ ഭവനങ്ങളിൽ സംഭവിക്കുന്ന മൂല്യച്യുതിയെക്കുറിച്ചാണ്. അപ്പോൾ ഈ ഭവനങ്ങളിൽ മൂല്യച്യുതി ഉണ്ടെങ്കിൽ ആ ബാക്ക്ഗ്രൗണ്ടിൽ വളർന്നു വരുന്ന കുട്ടികൾക്ക് ഡെഫിനറ്റ്ലി ഒരു മൂല്യച്യുതി ഉണ്ടായിരിക്കും. ഭവനങ്ങളിൽ അതിന് നേരത്തെ പറഞ്ഞ പോലെ 8 വയസ്സ് വരെയാണ് ഈ ഫോമേഷൻ, അല്ലെങ്കിൽ 9 വയസ്സ് വരെയാണ് ഈ ഫോമേഷൻ പീരീഡ് എന്ന് പറയുന്നത്. അപ്പോൾ ആ സമയത്ത് മാതാപിതാക്കളുടെ ജീവിത മാതൃകയിലൂടെ കുട്ടികൾ പഠിക്കുകയാണെങ്കിൽ പറഞ്ഞു കൊടുക്കുന്നതിനേക്കാൾ, സിസ്റ്റർ പറഞ്ഞതുപോലെ പറഞ്ഞു കൊടുക്കുന്നതിനേക്കാൾ കുട്ടികൾ മനസ്സിലാക്കുന്നത് ചെയ്ത് കാണുന്നതിലാണ്. അപ്പോൾ അങ്ങനെ ഒരു അന്തരീക്ഷം, ഒരു അറ്റ്മോസ്ഫിയർ ആ കുടുംബത്തിലുണ്ടെങ്കിൽ വളരെ മൂല്യാധിഷ്ഠിതമായ ജീവിതം നയിക്കുന്ന മാതാപിതാക്കൾ, മക്കളോട് സമയം സ്പെൻഡ് ചെയ്യുന്ന മാതാപിതാക്കളൊക്കെ ഉണ്ടെങ്കിൽ കുട്ടികൾ ആ ഇനിഷ്യേറ്റീവ് പീരീഡിൽ അവർ കുറേ മൂല്യങ്ങൾ പഠിച്ചെടുക്കും. ഇനി പഠിക്കാത്തവരുണ്ടെങ്കിൽ കോളേജുകളിലോ അല്ലെങ്കിൽ സ്കൂളിലോ വരുമ്പോഴത്തേക്ക് അവിടെ ടീച്ചേഴ്സിന് അവർക്ക് കൊടുക്കാവുന്നതാണ്. സിസ്റ്ററെ, ഈ വീട്ടിലൊന്നും പഠിക്കാതെ വരുന്നവർ കോളേജിൽ വന്നാൽ പഠിക്കുമോ? തീർച്ചയായിട്ടും ഇല്ല. അങ്ങനെയാണെന്ന് വരികിൽ വീട്ടിൽ പഠിച്ചതിൻ്റെ എന്തെങ്കിലും പോരായ്മയുണ്ടെങ്കിൽ
അത് നികത്തുവാൻ കോളേജിന് സാധിക്കുമെന്ന് അതാണോ സിസ്റ്റർ ഉദ്ദേശിച്ചത്? ഞാൻ അതാണ് ഉദ്ദേശിച്ചത്. ആ, ആ. പഠിക്കാത്തതിലൊന്നും നമുക്ക് പറയണ്ടല്ലോ, കതിരിൽ വെച്ച് നമുക്ക് വളം വയ്ക്കാൻ പറ്റത്തില്ല. അതിൻ്റെ തുടക്കത്തിൽ നമ്മൾ വളം കൊടുത്താൽ മാത്രമേ ചെടി നല്ലപോലെ വളർന്നു വരത്തുള്ളൂ. അപ്പോൾ വിദ്യാലയങ്ങളിൽ നമുക്ക് ഇതിന് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? വിദ്യാലയങ്ങളിൽ കുറേ ക്ലാസ്സുകളോ അല്ലെങ്കിൽ സെമിനാർസോ ഒക്കെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് നമുക്ക് അറേഞ്ച് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. പക്ഷേ അത് എത്രത്തോളം കുട്ടികൾ ഉൾക്കൊള്ളുന്നു എന്നുള്ളത് എനിക്ക് സംശയമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കോളേജിലെ കാര്യം എടുക്കുകയാണെങ്കിൽ എല്ലാ വർഷവും തന്നെ ഒരു ലൈഫ് ഗൈഡൻസ് കോഴ്സ് എന്ന് പറഞ്ഞിട്ട് പിള്ളേർക്ക് വെക്കാറുണ്ട്. ആ സമയത്തായിരിക്കും അവർ ചിലപ്പോഴും മിക്കപ്പോഴും ലീവ് എടുക്കുന്നത്. അല്ലെങ്കിൽ എല്ലാ ആഴ്ചയിലും തന്നെ അവർക്ക് മോറൽ ഇൻസ്ട്രക്ഷൻ എന്ന് പറഞ്ഞിട്ട് ക്ലാസ് വയ്ക്കാറുണ്ട്. മിക്കപ്പോഴും അതും പ്രോപ്പറായിട്ട് നടക്കാറില്ല. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കുഞ്ഞുങ്ങൾക്ക് പഠിക്കാനൊരു താല്പര്യമില്ല. അതാണ് ഞാൻ കാണുന്നത്. അതുകൊണ്ട് ഈ കോളേജ് തലത്തിൽ അല്ലെ സ്കൂൾ തലത്തിൽ ഇത് പഠിപ്പിക്കണം എന്ന് പറയുമ്പോൾ അതിനകത്ത് കുഞ്ഞുങ്ങൾ ഇൻവോൾവ് ആകുന്നില്ല എന്നൊരു പ്രാക്ടിക്കൽ ഡിഫിക്കൽറ്റിയാണ് ഇവിടെ സിസ്റ്റർ ഉന്നയിച്ചത്. എനിക്ക് ഒരു കാര്യം കൂടെ പറയാനുള്ളത്, കുട്ടികൾക്ക് ബേസ് ആയിട്ടുള്ള കാര്യങ്ങൾ വീട്ടിൽ നിന്ന് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ കുട്ടികൾ ഇതിൽ കൂടുതൽ കുറച്ചൊരു താല്പര്യം കാണിക്കുന്നത് കണ്ടിട്ടുണ്ട്. ഒന്നും അറിയാത്ത പിള്ളേർക്ക് ഇത് അറിയാനുള്ള താല്പര്യവും ഇല്ല. അപ്പോൾ നമ്മൾ തുടങ്ങുന്നത് കുടുംബത്തിൽ വെച്ച് തന്നെ ആയിരിക്കണം. മാതാപിതാക്കളുടെ ജീവിത മാതൃകയിലൂടെയും അവരുടെ കുട്ടികളുമായിട്ടുള്ള ഡീലിങ്സിലും ഈ കാര്യങ്ങൾ, മൂല്യങ്ങൾ കുട്ടികൾക്ക് പകർന്നു കൊടുത്തുകൊണ്ടിരുന്നാൽ നമുക്ക് ഈ നമ്മുടെ സമൂഹത്തെ ഉദ്ധരിക്കാനായിട്ട് നമുക്ക് സാധിക്കുമെന്ന് ഉറച്ചു വിശ്വസിക്കുന്ന വ്യക്തിയാണ്. ഭവനത്തിന്റെ സ്ഥാനം എന്താണ്? സമൂഹത്തിനുള്ള സ്ഥാനം എന്താണ്? സമൂഹത്തിലുള്ള വിദ്യാലയങ്ങൾക്ക് ഇതിനുവേണ്ടി എന്ത് ചെയ്യുവാൻ സാധിക്കും എന്നുള്ള വിഷയങ്ങളാണ് നമ്മൾ കേട്ടുകൊണ്ടിരുന്നത്. ഇതിനോടനുബന്ധിച്ച് എനിക്കൊരു സംശയമുള്ള ഞാൻ നിങ്ങളോട് ചോദിക്കുക. ഇങ്ങനെയുള്ള ഈ സെക്ഷുവൽ അബ്യൂസ് നടത്തുന്നവർക്ക് നല്ല കഠിനമായ ശിക്ഷ കൊടുത്താൽ ഈ അബ്യൂസിൽ നിന്ന് അവർ മാറുമോ, അതോ ഇതിന് കുറവുണ്ടാകുമോ? ഒന്ന് പറയാമോ? പറഞ്ഞു. മുതിർന്നവർക്ക് മാത്രമല്ല ഇപ്പം ഇങ്ങനെ സംഭവിക്കുന്നത്, ചെറിയ കുട്ടികൾക്ക് വരെ ഇത് ഇങ്ങനെ നടക്കുന്നുണ്ട്. ചെറിയ കുട്ടികളെ വരെ ഈ പുരുഷന്മാർ വേണ്ടാത്ത വിധം യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനായിട്ട് നടപടികളെന്ന് വെച്ചാൽ ഇപ്പോൾ നടപടികളോ ഒന്നും അതിൻ്റെ രീതിയിൽ ലഭിക്കുന്നില്ല. ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയാൽ അവർക്ക് അവർ പെട്ടെന്ന് തന്നെ ഇറങ്ങിപ്പോകുന്ന ഒരു അവസ്ഥയാണ് നമ്മുടെ സമൂഹത്തിൽ കാണുന്നത്. അപ്പോൾ ശിക്ഷകൾ പോരാതെ വരുന്നു. എന്ത് പറഞ്ഞാലും എനിക്ക് 2 വർഷം ജയിലിൽ കിടക്കണം, അത് കഴിഞ്ഞ് പിന്നെയും വന്ന് എനിക്ക് ഇത് തുടരാം. അതുകൊണ്ട് ശിക്ഷകളുടെ ഈ കാലാവധി പോരാ എന്നാണ് ഇദ്ദേഹം പറയുന്നത് അല്ലേ? ഓക്കെ, യെസ്. ഞാൻ പറയുന്നത് ഇപ്പം ഇന്ത്യയിലത്തെ കാര്യമല്ല, നമ്മൾ പുറത്തേക്ക് പോകുമ്പോൾ ഇങ്ങനത്തെ ഒരു പീഡനം അല്ലെങ്കിൽ അതിനുള്ള ഒരു അക്യൂസ്ഡ് ആയ ആൾക്കാർക്ക് വധശിക്ഷയാണ് നൽകുന്നത്. ഞാൻ പറയുന്നത് സ്ട്രിക്റ്റ് ആയിട്ട് നല്ല രീതിയിലൊരു കഠിന ശിക്ഷ കൊണ്ടുവന്നാൽ എത്ര സൈക്കോളജിക്കൽ പ്രശ്നമുള്ള ആളായാലും അവര് ഈ കാര്യം ആലോചിച്ചിട്ട് ഒരു പരിധിവരെ എന്തായാലും വധശിക്ഷ കൊടുക്കുന്ന രാജ്യങ്ങളിൽ പീഡനം നടക്കത്തില്ലല്ലോ. അവിടെ കുറവാണെന്നാണ് എന്റെ വിശ്വാസം. പക്ഷെ നടക്കുന്നുണ്ട്. അതെനിക്കറിയില്ല. ഈ ശിക്ഷയെ ഭയമില്ലാത്ത ഒരവസ്ഥയിലേക്ക് ചിലരുടെ മനസ്സെത്തും. അങ്ങനെ എത്തിക്കഴിഞ്ഞാൽ എത്ര കഠിനമായ ശിക്ഷ കൊടുത്താലും ചിലർ അതിൽ നിന്ന് മാറത്തില്ല. എന്നാൽ ഇദ്ദേഹം പറഞ്ഞതിനകത്ത് ഒരു കാര്യം, ഇതിന് നല്ല ശിക്ഷ കിട്ടും എന്നൊരു ഭയം ഉണ്ടായാൽ കുറെ പേരെ എങ്കിലും ഇതിനകത്ത് നിന്ന് മാറ്റി നിർത്താനായിട്ട് സാധിക്കും. ഇവിടെ സിസ്റ്ററെ പറഞ്ഞ കൂട്ടത്തില് ഈ പീഡോഫീലിയ അഥവാ ഈ കുഞ്ഞുങ്ങളോടുള്ള ഒരു പീഡനം അതിന്ന് ഒരുപാട് വർദ്ധിച്ചു വരികയാണ്. സ്വന്തം കുഞ്ഞുങ്ങളെ പീഡിപ്പിക്കുന്ന മാതാപിതാക്കള്, അല്ലെന്നുവരിൽ മറ്റുള്ളവരുടെ കുഞ്ഞുങ്ങളെ പീഡിപ്പിക്കുന്ന മാതാപിതാക്കള്. ഇതിന് എന്തെങ്കിലും പ്രത്യേക കാരണങ്ങളുണ്ടോ സിസ്റ്ററെ? നമുക്കറിയാം ഒത്തിരിയേറെ കുട്ടികൾ ഇങ്ങനെ ദുരുപയോഗിക്കപ്പെടുന്നതായിട്ട്. കാരണം ഇതൊരു സെക്ഷൽ ഡിസോർഡേഴ്സ് ആണ് മെയിനായിട്ട് ഇങ്ങനെയുള്ള കുട്ടികളെ ദുരുപയോഗിക്കുന്നതിനുള്ള പ്രധാന കാരണം. രണ്ടാമതായിട്ടൊരു കാരണം, ഇങ്ങനെയുള്ള കുട്ടികൾ ദുരുപയോഗിക്കപ്പെടുമ്പോൾ അവർ മിക്കവാറും പുറത്തു പറയാൻ ഒരു ഭയം അവരുടെ ഉള്ളിലുണ്ടാവും. തീർച്ചയായിട്ടും അങ്ങനെയുള്ള കുട്ടികൾ ഇത് അടക്കി വെച്ച് പാരൻസ് പോലും അറിയാത്ത വിധത്തിൽ അവരുടെ ജീവിതം മുന്നോട്ട് പോകും. കുഞ്ഞുങ്ങൾ പ്രതികരിക്കത്തില്ല, അതുകൊണ്ട് കുഞ്ഞുങ്ങളെ പീഡിപ്പിക്കുവാനായിട്ടുള്ള പ്രേരണ ഉണ്ടാവും. അതോടൊപ്പം സിസ്റ്റർ പറഞ്ഞു, മനഃശാസ്ത്രപരമായി നോക്കുമ്പോൾ ഒരു സെക്ഷൽ പെർവേർഷൻ ഉള്ള ആൾക്കാരാണ് പീഡോഫീലിയ അഥവാ കുഞ്ഞുങ്ങളെ പീഡിപ്പിക്കുന്നതിലേക്ക് മുൻകൈ എടുക്കുന്നത്. ചില ആളുകൾക്ക്, അതായത് പീഡോഫീലിയ നടത്തിയ ചില ആളുകൾക്ക് കുഞ്ഞുങ്ങളെ കാണുമ്പോൾ മാത്രമേ സെക്ഷൽ ആയിട്ടുള്ള എറൗസൽ ഉണ്ടാകത്തുള്ളൂ. അവർക്ക് സെക്ഷൽ എറൗസൽ ഉണ്ടാകുന്ന കുഞ്ഞുങ്ങളെ കാണുന്ന മാത്രയിലാണ്. അപ്പോൾ അവരെ പീഡിപ്പിക്കുന്ന അതൊരു പെർവേർഷനാ, അവരിലുള്ള ഒരു സെക്ഷലോ അല്ലെങ്കിൽ പേഴ്സണാലിറ്റി ഡിസോർഡറോ ഫലമായിട്ടുണ്ടാകുന്ന ഒരു സംഗതിയാണ്. അപ്പോൾ അവർക്ക് മുതിർന്നവരോട് അത്രയും കാണത്തില്ല, കുഞ്ഞുങ്ങളോടായിരിക്കും അവർക്ക് കൂടുതൽ താല്പര്യം.
യെസ് സിസ്റ്റർ. തീർച്ചയായിട്ടും. അപ്പോൾ ഇങ്ങനെയുള്ള വ്യക്തികൾ, അതുപോലെ തന്നെ അച്ഛൻ പറഞ്ഞതുപോലെ വ്യക്തിത്വ തകരാറുകൾ, പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് ഉള്ളവരും ഈ വിധത്തിൽ പലപ്പോഴും കുട്ടികളെ ദുരുപയോഗിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇങ്ങനെ ഉപയോഗിക്കപ്പെട്ട കുട്ടികൾ മറ്റുള്ളവരെ കൂടി ഇതിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ടെൻഡൻസിയും ഇന്നത്തെ കാലഘട്ടത്തിൽ കൂടുതലായിട്ട് കാണപ്പെടുന്നു. അങ്ങനെ ഇത് വളരെയധികം വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രോബ്ലമായിട്ട് ശൈശവത്തിൽ പീഡനം അനുഭവിച്ചതായുള്ള കുട്ടികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ മുതിർന്ന ആ ഒരു അവസ്ഥയിൽ എത്തുമ്പോൾ ഈ പീഡനം തുടരുവാനായിട്ട് ഒരു ടെൻഡൻസി അവരിലുണ്ടെന്നാണോ പറഞ്ഞത്? സാധ്യതയുണ്ട്. അങ്ങനെ ഒരു സാധ്യതയുണ്ട് മനഃശാസ്ത്രപരമായിട്ട് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇദ്ദേഹത്തിന് എന്തോ കൂടെ പറയാനുണ്ട്, അതുകൂടെ പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. എനിക്കിപ്പോൾ ഇത്ര നേരം നമ്മൾ സംസാരിച്ചതിൽ നിന്നും ഹൈലൈറ്റ് ചെയ്ത് മനസ്സിലാക്കാൻ പറ്റിയൊരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ. അതായത് നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ ഇറസ്പോൺസിബിൾ അഡൾട്ട്സിൻ്റെ ഒരു വലിയ പ്രശ്നമുണ്ട്. അപ്പോൾ കുട്ടികളെ അവയർനെസ് ക്ലാസ് കൊടുക്കുന്നത് പോലെ അവരെ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് ചെയ്യാൻ പാടില്ലാത്തതെന്ന് അവർക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ തന്നെ അഡൾട്ട്സിനും ഇറസ്പോൺസിബിൾ മാതാപിതാക്കൾക്കും അതുപോലെ തന്നെ മുതിർന്ന പേരൻസ് അല്ലാത്ത ഉള്ള ആളുകൾക്കും എങ്ങനെയാണ് അവർ നെക്സ്റ്റ് ജനറേഷൻ ഒരു എക്സാമ്പിൾ സെറ്റ് ചെയ്യുന്നത് എന്നതിനെ കുറിച്ചും എങ്ങനെയൊക്കെ അവർക്ക് ഇത് കറക്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ചും ഒരു അവയർനെസ് കൊടുക്കുന്നത് നല്ലതായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ പരിഹാര മാർഗത്തിൽ നിർദ്ദേശിച്ച ഒരു സംഗതി പ്രധാനമായിട്ടും മാതാപിതാക്കൾക്ക് ഇതിന്റെ അവയർനെസ് പ്രോഗ്രാം കൊടുക്കണം. മുതിർന്നവർക്ക് കോളേജ് തലങ്ങളിലും അല്ലാത്ത സ്ഥലങ്ങളിലും ഇതിന്റെ അവയർനെസ് പ്രോഗ്രാം ഒക്കെ കൊടുക്കണം. കുഞ്ഞുങ്ങളെ മാതാപിതാക്കൾ സംരക്ഷിക്കേണ്ട ഒരു ആവശ്യമുണ്ട്. ആവശ്യമില്ലാത്ത രീതിയിൽ കുഞ്ഞുങ്ങളെ അയൽവക്കത്ത് ഏൽപ്പിച്ചിട്ട് മാതാപിതാക്കൾ പോകരുത്. പരിചയമില്ലാത്തവരുടെ അടുക്കൽ കുഞ്ഞുങ്ങളെ തനിയെ പറഞ്ഞു വിടരുത്. കുഞ്ഞുങ്ങൾ തനിയെ വീട്ടിലിരിക്കാനായിട്ട് അനുവദിക്കരുത്. ഇതൊക്കെ ചില പ്രിവെൻറ്റീവായിട്ടുള്ള മാർഗങ്ങളായിട്ട് നമുക്ക് നിർദ്ദേശിക്കാവുന്നതാണ്. എന്നാൽ എല്ലാറ്റിനും ഉപരിയായിട്ട് ഞാൻ മനസ്സിലാക്കുന്ന ഒരു സംഗതി, ചിലര് പെർവേർഷൻ കൊണ്ട് പീഡനങ്ങളൊക്കെ നടത്തുന്നവരുണ്ട്. അവർക്ക് ആവശ്യമായിരിക്കുന്നത് മരുന്നുകൊണ്ടുള്ള ചികിത്സ ആവശ്യമായി വരാം, സൈക്കോതെറാപ്പി ആവശ്യമായിട്ട് വരാം, കൗൺസിലിങ് അവർക്ക് ആവശ്യമായിട്ട് വരാം. എന്നാൽ അങ്ങനെ പെർവേർഷൻ ഇല്ലാത്തവർ പല ആളുകളും ഇതുപോലെയുള്ള ക്യൂരിയോസിറ്റി കൊണ്ടോ അല്ലെങ്കിൽ തൽക്കാലത്തേക്കുള്ള ഒരു സാറ്റിസ്ഫാക്ഷന് വേണ്ടിയൊക്കെ പീഡനം നടത്തുന്നവരായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതിൽ പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മളിൽ വളരേണ്ട ഒരു വലിയ മൂല്യബോധമുണ്ട്. ഈ മൂല്യബോധമെന്ന് പറയുന്നത് മറ്റുള്ളവരെ റെസ്പെക്റ്റ് ചെയ്യുവാനും മറ്റുള്ളവരെ സ്നേഹിപ്പാനും കരുതുവാനും നമ്മെ സഹായിക്കുന്ന മൂല്യബോധമാണ്. ആ മൂല്യബോധം പ്രധാനമായിട്ട് നമുക്ക് ലഭ്യമാകേണ്ടത് ദൈവവുമായിട്ടുള്ള നമ്മുടെ ബന്ധത്തിൽ നിന്നാണ്. ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നമ്മൾ വരുമ്പോൾ നമുക്ക് മറ്റുള്ളവരുമായിട്ട് ആരോഗ്യപരമായ ബന്ധം പുലർത്തുവാൻ സാധിക്കും. ദൈവത്തിൻ്റെ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള ഒരു വ്യക്തിയെ നശിപ്പിക്കുവാനായിട്ട് ഞാൻ അപ്പോൾ തുനിയയില്ല. ഞാൻ നശിപ്പിക്കുന്ന ഈ വ്യക്തിയും ദൈവ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള ഒരു വ്യക്തിയാണെന്നുള്ള അവബോധം ഉണ്ടാകുമ്പോൾ ആ വ്യക്തിയോടുള്ള റെസ്പെക്റ്റ് നമുക്കുണ്ടാകും, നമുക്ക് ബഹുമാനം ഉണ്ടാകും. നശിപ്പിക്കുകയല്ല, നമ്മൾ സംരക്ഷിക്കുക അത്രേ ചെയ്യുന്നത്. അപ്പോൾ ഏറ്റവും അടിസ്ഥാനപരമായി നമുക്കുണ്ടാകേണ്ടത് ഒരു റൈറ്റ് റിലേഷൻഷിപ്പ് വിത്ത് ഗാഡ്, ദൈവവുമായിട്ടുള്ള ആരോഗ്യപരമായ ബന്ധം. ആ ബന്ധമാണ് റൈറ്റ് റിലേഷൻഷിപ്പ് വിത്ത് ഫെലോ ഹ്യൂമൻ ബീയിങ്സ്, പരസ്പരമുള്ള ആരോഗ്യപരമായ ബന്ധത്തിലേക്ക് നമ്മളെ നയിക്കുന്നത്. അവിടെയാണ് നമുക്ക് മൂല്യബോധം ലഭിക്കുന്നത്. മൂല്യബോധം ലഭ്യമാകുമ്പോൾ നമ്മൾ ആരോഗ്യമുള്ള വ്യക്തിത്വത്തിൻ്റെ ഉടമയായിട്ട് മാറും. അതിന് നമ്മുടെ കുടുംബങ്ങൾ, നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ വിദ്യാലയങ്ങൾ, നമ്മുടെ സമൂഹം, നമ്മുടെ ഗവൺമെൻറ്, ഇതൊക്കെയും കൂട്ടായ ഒരു പ്രവർത്തനം ഇതിനാവശ്യമാണ്. അങ്ങനെയെങ്കിൽ നമ്മുടെ സമൂഹം മാനസിക ആരോഗ്യമുള്ള ഒരു സമൂഹമായിട്ട് മാറും. ആ സമൂഹത്തിൽ പ്രശ്നങ്ങൾ കുറഞ്ഞിരിക്കും. അതിന് ദൈവം നിങ്ങളെ ഏവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. ബി പോസിറ്റീവ് പരിപാടിയുടെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. ഇതിൽ ചർച്ച ചെയ്യപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രയോജനപ്രദമായി തീർന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങളെ എഴുതി അറിയിക്കേണ്ടുന്ന വിലാസം: ദ പ്രൊഡ്യൂസർ, ബി പോസിറ്റീവ്, ഷാലോം TV, പെരുവണ്ണാമൂഴി, കോഴിക്കോട്. ഇനിയും വീണ്ടും കണ്ടുമുട്ടുന്നത് വരെയും എല്ലാവർക്കും നല്ല മംഗളങ്ങൾ നേരുന്നു. ബി പോസിറ്റീവ്.